എല്ലാ വണ്ടികളും 360 ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ബലേനോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒപ്പം മഹേന്ദ്രയുടെ താർ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ബേസ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ്. ആ ഒരു റൂഫിലെ ബോർഡ് വരെ ഇല്ല കേട്ടോ. നമ്മൾ സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോണ ആ ഒരു തട്ടില്ല. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇതിൽ ചെയ്യണത് ഡയമണ്ട് ഡൂക്കയിൽ വരുന്ന ആ ഒരു ഇൻഫർടൈൻമെന്റ് ആണ്. ഒരുപാട് ഡയമണ്ട് ഡൂക്കയുടെ സ്റ്റീരിയോയുടെ ഫേക്ക് ഇറങ്ങുന്നുണ്ട്. അത് പരമാവധി ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. അതിന് വാറന്റി ഒക്കെ ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ ഇതിനും സർവീസ് വാറന്റി വരിക, റീപ്ലേസ്മെന്റ് വാറന്റി ഇല്ല. ഇതില് സ്പീക്കേഴ്സിന്റെ ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട് നമ്മളെ ഡാഷ്ബോർഡിൽ പക്ഷെ എങ്കിൽ ഇതില് ബ്രാക്കറ്റ് ഒന്നുമില്ല. നമ്മൾ സെപ്പറേറ്റ് തന്നെ ബ്രാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. മഹേന്ദ്രയുടെ ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം. സ്റ്റീരിയോ അതേപോലെ തന്നെ സ്പീക്കേഴ്സ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഡയറക്റ്റ് ഫിറ്റ്മെന്റ് ചെയ്താൽ മാത്രം മതി. വയറിംഗ് വരെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല, സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വണ്ടിയിൽ നമുക്ക് ഫോഗ് ലാമ്പ് ചെയ്യാനുണ്ട്, 5D മേറ്റ് ഉണ്ട്. അപ്പൊ സ്പീക്കേഴ്സിന്റെ ഒരു ഫിറ്റ്മെന്റിലാണ്. കാരണം നമ്മൾ ആ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 360 അലൈൻമെന്റും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ, നമ്മളെ DRL ടൈപ്പ് ഫോഗ് ലാമ്പാണ്. അധികം ആർഭാടൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഓണർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ DRL പ്ലസ് ഇൻഡിക്കേറ്ററും കുഴപ്പമില്ലാത്തൊരു വെട്ടറുള്ള ഒരു ഫോഗ് ലാമ്പ് ചെയ്തു കൊടുത്തു. ഒരു തരത്തിലുള്ള വയറി കെട്ടും ഇല്ലാണ്ട് ഇതിന്റെ 360 ഒരു ഗ്രില്ലിലാണ് കണ്ടില്ലേ ക്യാമറ, ഫ്രണ്ട് ക്യാമറ വന്നിട്ടുള്ളത്. ഈ ഡയമണ്ട് ഡൂക്കിൽ ചെയ്യുമ്പോൾ 720 ആണ് അതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. ബാക്കി നമ്മളെ സ്റ്റീരിയോയിലൊക്കെ ചെയ്യുമ്പോൾ 1080 ആണ് കേട്ടോ. അപ്പോൾ ഐറൈഡറിലും ഒപ്പം ഫ്രോൺസിലാണ് നമ്മൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലേനോയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് അലൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് വണ്ടി ഡെലിവറി കൊടുക്കാനായിട്ട് പോവാണ്. ഈ ഹൈറൈഡറിന്റെ സ്പീക്കേഴ്സ് ജസ്റ്റ് കാണിച്ചാൽ ഒരു മിനിറ്റ്. സ്പീക്കേഴ്സ് നമ്മളെ ഒസൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോമൺ സ്പീക്കേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഫിറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പൊ ഇത് ബേസ് മോഡൽ വണ്ടിയാണ്. ഇതിൽ സ്റ്റീരിയോ ഒന്നും ഇല്ല. ഫ്രണ്ടിൽ ഒരു സ്പീക്കേഴ്സ് കമ്പനി തന്നിട്ടുണ്ട്, സ്റ്റീരിയോ ഇല്ലെങ്കിലും. അതെടുത്ത് ബാക്ക് ഡോറിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഡോറിൽ നമ്മൾ ഒസൈലിന്റെ പ്രീമിയം ക്വാളിറ്റി ആ ഒരു സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് 4x64 വരുന്ന 8 കോർ വരുന്ന അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള സ്റ്റീരിയോ ആണ്. 50 വാട്ട് ഔട്ട് വരുന്നുണ്ട് പെർ ചാനലിൽ കേട്ടോ. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് സിം ഇടാൻ പറ്റും. സിമ്മിന്റെയും അതേപോലെ GPS-ന്റെ ഒക്കെ ആ ഒരു ആന്റിനാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ചെക്കിങ്ങിലാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അലൈൻമെന്റ് ചെയ്യണം. ഫോൺസ് ബേസ് മോഡൽ അല്ല, ഇതിൽ ഓൾറെഡി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ 360 ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹൈറൈഡറിൽ ചെയ്യുന്ന ആ ഒരു സെയിം സ്റ്റീരിയോ തന്നെയാണ് 4x64 8 കോറിൽ വരുന്ന ആ ഒരു സിം ഇടാൻ പറ്റുന്ന സ്റ്റീരിയോ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും ഇൻസ്റ്റാളേഷൻ ചെയ്യണത്. അപ്പൊ ഇതിന്റെ 360 ഫിറ്റ്മെന്റും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് കയറ്റാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ മിറർ ഫോൾഡിംഗ് ഉണ്ട്, പക്ഷെ ഓട്ടോ മിറർ ഫോൾഡിംഗ് അല്ല. നമുക്ക് റിമോട്ടിൽ ഇത് ലോക്ക് അൺലോക്കും ചെയ്യുമ്പോൾ ഫോൾഡ് ആവാത്ത ടൈപ്പാണ്. അപ്പോൾ ഈ ടൈപ്പൊക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഓട്ടോ ഫോൾഡിംഗ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോ ഫോൾഡിംഗ് കിറ്റ് അടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് നമ്മളെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന വണ്ടികൾ. ബലേനോ, ഗ്രാൻഡ് വിറ്റാര, നമ്മളെ ഹൈറൈഡർ, അതേപോലെ തന്നെ മഹീന്ദ്ര താർ, ഒപ്പം ഫ്രോൺസ് കേട്ടോ. ഈ ഒരു വണ്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ബലേനോയുടെ ഫിറ്റ്മെന്റ് കഴിഞ്ഞു. ജസ്റ്റ് സ്റ്റീരിയോ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മളെ ഇതിന്റെ ഗ്രാൻഡ് വിറ്റാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് ഞാൻ പറഞ്ഞു കമ്പനി ഒരു ഡോർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റിയറിംഗ് മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല, കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ ഫുൾ ഓപ്ഷന്റെ സ്റ്റിയറിംഗ് വെക്കുകയാണെങ്കിൽ പാടൊന്നുമില്ല. ഈ സംഭവം നമുക്ക് ഒരു ഓൾട്ടറേഷൻ ചെയ്യാണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഈ സംഭവം മാറ്റാൻ പറ്റും. ഫുൾ ഓപ്ഷന്റെ സെയിം പ്രൊഡക്റ്റ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ മിറർ ഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. നമുക്ക് ഇതിൽ ബേസ് മോഡൽ വണ്ടി എടുത്താലും ഇതേപോലത്തെ നമ്മളെ ഫോൾഡിംഗ് മിറർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക വണ്ടികളും എന്തായിട്ടും ഗ്രാൻഡ് വിറ്റാര ആയാലും ഹൈറൈഡർ ആയാലും സ്റ്റീരിയോ എന്തായിട്ടും ചെയ്യണം. അപ്പൊ നല്ലൊരു ക്വാളിറ്റി സ്റ്റീരിയോ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കണക്കിലുള്ള സ്റ്റീരിയോ ചെയ്യുന്നത്. 360 ആണ് കൂടുതൽ നമ്മളെ ഷോപ്പിൽ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റീരിയോന് ചെയ്തിട്ട് നമുക്ക് 4 ഡോറിലും പ്രീമിയം സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ട് 5 ചാനൽ ആമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു സബ് വൂഫറും ഡിക്കിയിലും 4 ഡോറിലും ഡാമ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ എന്തായാലും എടുത്തു നോക്കുക. യൂട്യൂബിലൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടാറുണ്ട്. ഈ ഒരു ബെലേനയിൽ വന്നിട്ടുള്ള കമ്പനി സ്റ്റീരിയോ എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിൽ 4 സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ട് പ്രീമിയം സ്പീക്കേഴ്സ് ആഡ് ചെയ്താലും അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ 360 അങ്ങനെ സംഭവങ്ങളും ഈ ഒരു സംഭവത്തിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, ഇതിന്റെ റിവേഴ്സ് ക്യാമറയുടെ ലൈനിൽ നമുക്ക് ആക്ച്വേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് 360 ഈ ഒരു സംഭവത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതില് നമുക്ക് ആ ഒരു പൈസ വെറുതെ പോകുന്നുള്ളൂ. നമുക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല, കാണാനും ഉണ്ടാവില്ല, ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ പക്കയായിട്ട് 360 കിട്ടണമെങ്കിൽ സ്റ്റീരിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് മറ്റേ നമ്മളിപ്പോൾ വെച്ച സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ 50 വാട്ട് ഔട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള സ്റ്റീരിയോ ആണ്. മറ്റുള്ള ആൻഡ്രോയിഡ് സിസ്റ്റത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ട്. ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ തന്നെ വെച്ചിട്ട് 4 സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ട് ഡോർ ഡാമ്പിങ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ചെയ്യാറുണ്ട്, അങ്ങനെ നിങ്ങളെ മുമ്പിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ. അപ്പോൾ ഈ സ്റ്റീരിയോയുടെ ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സ്റ്റീരിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 360 മോഡിലേക്കാണ് സ്റ്റീരിയോ ഓൺ ആവുക. അപ്പൊ ഇതില് ഒരുപാടധികം പൊസിഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഫ്രണ്ടിലെ കാണുന്നത്, സൈഡിൽ നമുക്ക് ബേഡ് വ്യൂ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, പക്കയായിട്ട് നമുക്ക് ബേഡ് വ്യൂ ഒപ്പം തന്നെ കാണാം. ഈ 2 സ്ക്രീനിലാണ് ഇത് വരുന്നത്. ഇത് ബാക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് ഇത് ടച്ച് ചെയ്യുക, ബാക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ സൈഡിലിടങ്ങി സൈഡിലിടാം. ഇതിപ്പോ ടയറിന്റെ ആ ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ടയറിന്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ടയറിന്റെ അടിയിൽ. അതൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ കണ്ടില്ലേ, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ബേഡ് വ്യൂയിലും സൈഡ് വ്യൂ കാണാൻ പറ്റും. അങ്ങനെ 2 സൈഡിലും ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പം ഈ ഒരു മോഡ് വരുന്നുണ്ട്, 2 സൈഡും കാണാം. ഒപ്പം ബേഡ് വ്യൂയും ഇതേപോലെ കാണാം. പിന്നെ നമ്മളെ 3D മോഡാണ്. 3D മോഡാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ, അതേപോലെ തന്നെ ലേഡീസിനൊക്കെയാണ് കൂടുതലും ഇത് ഉപയോഗപ്പെടുക കേട്ടോ. കാരണം വെച്ചാൽ ഡൗട്ടായിരിക്കും എവിടൊക്കെയാണ് വണ്ടിയുടെ സൈഡിൽ എന്തൊക്കെ കിടക്കണേന്നുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. കണ്ടില്ലേ, ഡൗട്ടും കൂടാണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാം. ശരിക്കും ഇത് പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഐറ്റാണ് 3D മോഡ് കേട്ടോ. അല്ലാണ്ട് ഇത് റണ്ണിങ്ങിലിട്ട് ഓടിക്കരുത്. റണ്ണിങ്ങിൽ ഈ ഒരു ബേഡ് വ്യൂവിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കാർ ഡ്രൈവ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. പിന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു റിവേഴ്സ് മോഡിലേക്ക് പോട്ടും. അതും നൈറ്റൊക്കെ പക്കയായിട്ട് ക്ലാരിറ്റിയിലാക്കി ഈ ഒരു സംഭവം വർക്ക് ചെയ്യുക. പിന്നെ സ്റ്റീരിയോ കുറിച്ച് പറയുകയാണെങ്കിൽ 4x64 8 കോറിൽ വരുന്ന ഒരു സ്റ്റീരിയോ ആണ്. സിം ഇടാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുപരി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 50 വാട്ട് ഓഡിയോ ഔട്ട് വരുന്നുണ്ട്. നോർമലി സ്റ്റീരിയോസ് ഒക്കെ വെക്കുമ്പോൾ സ്പീക്കേഴ്സ് ഇപ്പോൾ പ്രീമിയം ടൈപ്പ് എന്തൊക്കെ ആഡ് ചെയ്താലും അതിന് ആ ഒരു ഓഡിയോ ഔട്ട് കുറവായിരിക്കും. നമ്മൾ ആ ഒരു നോർമൽ സ്റ്റീരിയോയിൽ ഫുൾ സൗണ്ട് വെക്കണ ആ ഒരു വോളിയം ഇതിൽ പകുതി വെച്ചാൽ മതി കേട്ടോ. അത്രയ്ക്കും ഓഡിയോ ഔട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് വന്നിട്ടുള്ളത് 1 ഇയർ റീപ്ലേസ്മെന്റിലാണ് വന്നിട്ടുള്ളത്. ഇതിന് 2 ഇയർ വാറണ്ടിയിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഓരോ സ്റ്റോക്ക് അനുസരിച്ചാണ് വരുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റീരിയോയിൽ ഓപ്ഷനിലാണ്. ഇതിലിപ്പോ 360 നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് DVR ഫംഗ്ഷൻ ഉള്ള ക്യാമറ ചെയ്യാം. അല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ HD ക്യാമറ ചെയ്യാം. അപ്പൊ 3 ടൈപ്പിൽ നമ്മൾ ക്യാമറ സെക്ഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. 360 അല്ലെങ്കിൽ DVR ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ഉള്ളത് വെക്കാം, അല്ലെങ്കിൽ നോർമൽ ക്യാമറ റിവേഴ്സ് ഇട്ടാൽ മാത്രം വർക്ക് ചെയ്യണ ഒരു ക്യാമറ ആഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു സംഭവം 3 ഫംഗ്ഷനും ഈ ഒരു ഒറ്റ സെറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റീരിയോ എടുക്കാൻ 360 ചെയ്യാൻ അത്ര ബഡ്ജറ്റ് ഇല്ലാത്ത ഫസ്റ്റ് ടൈമിൽ വണ്ടി എടുത്ത ക്ഷീണക്കാണെങ്കിൽ 360 ചെയ്യാൻ ചിലപ്പോൾ ആ ടൈമിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 25,000 രൂപയ്ക്ക് ഇതൊരു ക്യാമറയും ഇതിന്റെ പാനലും സെറ്റും അടക്കം ഇൻസ്റ്റാളേഷൻ അടക്കം ആ ഒരു റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഭാവിയിൽ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പൈസ ആകുമ്പോൾ 360 എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. നമ്മൾ 360 അടക്കം ചെയ്ത് കൊടുക്കുന്നത് 35,000 രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റീരിയോ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫസ്റ്റ് വെച്ചിട്ട് നമ്മൾ 25,000 വെച്ചിട്ട് പിന്നെ വെക്കണമെങ്കിൽ ആ ഒരു എമൗണ്ട് എക്സ്ട്രാ വരുന്നുള്ളൂ, ആ ഒരു 10,000 എക്സ്ട്രാ വരുന്നുള്ളൂ കേട്ടോ. സ്റ്റീരിയോ ഉള്ള വണ്ടിയോട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് സ്റ്റിയറിംഗ് ഒന്നും മാറ്റണ്ട. കണ്ടില്ലേ, സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലാഗും കൂടാണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വയർ കട്ടിങ് നമുക്ക് ഇങ്ങനത്തെ വർക്കിലൊന്നും ഒരു എക്സസൈസ് ഇടയിലും ചെയ്യേണ്ട നമ്മളെ ഷോപ്പിൽ കേട്ടോ. അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള അടിപൊളി നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പാനൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റീരിയോ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ മുമ്പിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പറയേണ്ടത് നിങ്ങൾക്ക് എന്താ പറയാ, ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ആണ്. കമ്പനി ഒരു സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്, 2-way സ്പീക്കേഴ്സ് വന്നിട്ടുള്ളത്. ക്യൂട്ടേഴ്സ് ഒക്കെ ഉള്ള ടൈപ്പാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. ഇതിന് ഉപരി നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് ഒക്കെ ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും കേൾക്കാനായിട്ട്. അപ്പൊ ഒരു നല്ല സോങ് എന്തായാലും വെച്ച് നിങ്ങൾ കേൾപ്പിക്കാം.
ഇപ്പൊ നിങ്ങൾ കണ്ട ബലേനയുടെ പോലെ തന്നെയുള്ള ഡിസ്പ്ലേ, സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ കാലിബ്രേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഒരു ക്യാമറയും യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാണ്ട് കണ്ടില്ലേ നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ 3D ആയിട്ട് കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ അലൈൻമെന്റ് ചെയ്യാനായിട്ട് മുമ്പുള്ള ആ ഒരു വിഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അലൈൻമെന്റ് ചെയ്താൽ കാലിബ്രേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു നേരത്തെ കാണിച്ച ബലേനയുടെ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് വിത്ത് ഹൈ റൈഡറിൽ നമുക്ക് ആവുള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ അലൈൻമെന്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നിങ്ങൾ കാണിക്കാം. റൈഡർ കാലിബ്രേഷന് പോവാണ്. ഒപ്പം തന്നെ നമ്മള് മഹേന്ദ്ര താറിന്റെ ആ ഒരു കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒന്നുണ്ടായിരുന്നു ഡയമണ്ട് ഡൂക്കെ സ്റ്റീരിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ഡയമണ്ട് ഡൂക്കെ. അതിന്റെ ഫേക്ക് ഒക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. പക്ഷെ ഇതിന് വേറെ ഒരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് സർവീസ് വാറന്റി മാത്രമേ ഉള്ളൂ. മറ്റുള്ള നമ്മളിപ്പോ നേരത്തെ കാണിച്ച സ്റ്റീരിയോ ഒക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട്. 1 വർഷം റീപ്ലേസ്മെന്റ് ഉള്ളുണ്ട്, 2 വർഷം റീപ്ലേസ്മെന്റ് ഉള്ളുണ്ട്. ഇത് ഡയമണ്ട് ഡൂക്കെ നമുക്ക് എന്തെങ്കിലും ഇന്ന് ഇപ്പൊ ഇവിടുന്ന് ഫിറ്റ്മെന്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ആയാലും നിങ്ങൾ ഈ സ്റ്റീരിയോ എനിക്ക് അയച്ചു തന്നിട്ട് നമ്മൾ ആ ഒരു കമ്പനിക്ക് സർവീസ് ചെയ്യാൻ അയക്കണം. അതാണ് ഇതിന്റെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുകയാണെങ്കിൽ. സ്റ്റീരിയോ ഒക്കെ നൈസാണ്, ഇന്ത്യയിൽ കണ്ടില്ലേ അത്രയ്ക്കും രസമാണ് കാണാനായിട്ട്. പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡയമണ്ട് ഡൂക്കെ സീരീസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട് ഡീറ്റെയിലും കാര്യമൊന്നും പറയാത്തത്. കാരണം കംപ്ലൈന്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും അയച്ചു തരേണ്ടി വരും. അപ്പൊ ആ ഒരു സ്റ്റോറുകൾ എന്തായിട്ട് വരും എല്ലാവർക്കും. പിന്നെ ഇതിന്റെ 360 ഞാൻ ഇട്ട് കാണിക്കാം. ബാക്കിയൊക്കെ ഒരു എല്ലാത്തിലും ഞാൻ പറയുന്നതാണ്. ഇതിൽ ഡെമോ വീഡിയോ കാണിച്ചു തരാം. ഡിസ്പ്ലേ ഒക്കെ നൈസ് ആട്ടോ. ഡിസ്പ്ലേ ക്വാളിറ്റിക്കായിട്ട് അവർ തന്നെ ഒരു ഡെമോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോ അതാണ് ഇപ്പൊ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് പെൻഡ്രൈവിലൊക്കെ നല്ല മൂവീസ് ഒക്കെ ആയിട്ടാണ്, അതുപോലെ നല്ല വീഡിയോ സോങ്സ് ഒക്കെ ആയിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത്ര വലിയൊരു സ്ക്രീനിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും കാണിക്കുന്ന ലൈറ്റാണ്. പിന്നെ ഡയമണ്ട് ഡൂക്കയുടെ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ സിം ഇടാൻ പറ്റും. ഒപ്പം ഇതിൽ ഫാന് വരുന്നുണ്ട്. ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവില്ല ഫാന് വരുന്നതുകൊണ്ട് തന്നെ. ഈ ഒരു ഐറ്റത്തിന് നമുക്ക് 720 ക്യാമറ വരുന്നത്. ഞാൻ മുമ്പ് കാണിച്ചെന്ന ആ സ്റ്റീരിയോസിലൊക്കെ 1080 വരും. ഇതിൽ 720 ആണ് ഡയമണ്ട് ഡൂക്കിൽ വരുന്നത്. ഇനി ഭാവിയിൽ ചിലപ്പോൾ 1080 വരും കേട്ടോ ഈ അടുത്ത് തന്നെ. അപ്പോൾ ഇതിലിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് 720 ക്ലാരിറ്റി റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ 360 ക്യാമറ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാം. ഇതിപ്പോ ബാക്ക് ക്യാമറ ഓൺ ആണ് ഇപ്പൊ ഉള്ളത്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരാം. അത് വൈഡും ഇടാം, ബേഡ് വ്യൂ ഇടാം, അതുപോലെ തന്നെ വൈഡ് അല്ലാണ്ട് നമുക്ക് ഇടാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് വ്യൂ നമുക്ക് ഇടാം കേട്ടോ. ഫ്രണ്ടില് ഇതെല്ലാ 360 ഒരേപോലെ തന്നെ. പിന്നെ ഇതില് ഒപ്പം തന്നെ നമുക്ക് ബേഡ് വ്യൂ കൂടി ഇവിടെ കാണാം. നേരത്തെ ആ സ്റ്റീരിയോ പറഞ്ഞ പോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസിലൊന്നും വ്യത്യാസമില്ല. പിന്നെ ഞാൻ പറഞ്ഞു 720 ആണ് ഇത് വരുന്നത്. അപ്പൊ അതിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇതിന്റെ 3D എഫക്ട് എന്ന് പറയുകയാണെങ്കിൽ. മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഡയമണ്ട് ഡൂക്കയുടെ ആ ഒരു 3D എഫക്ട് കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, നമ്മുടെ എലമെന്റ് ഒക്കെ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറാണ് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ തന്നെ പറ്റും കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ആവശ്യപ്രകാരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അല്ലാണ്ട് റണ്ണിങ്ങിന് ഇട്ടിട്ട് ഇത് നോക്കി ഓടിക്കരുതിട്ടാ, വണ്ടി വേറെ സൈഡ് കയറും. അപ്പോൾ ഇതൊക്കെ ഇതിനുള്ള 360യുടെ കാര്യങ്ങളൊക്കെ. ഇതിന്റെ സ്പീക്കേഴ്സ് നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതാണ് ഞാനിപ്പോ നിങ്ങളെ സൗണ്ട് ക്വാളിറ്റി കാണിക്കാത്ത. സ്റ്റീരിയോയുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു തട്ട് കിട്ടിയിട്ട് വേണം, ഈ ഒരു സൈഡ് നമ്മൾ ആ ട്രേ കിട്ടിയിട്ട് വേണം. നിങ്ങൾക്കറിയാം റൂഫിലായിരിക്കും ഇതിന്റെ സ്പീക്കേഴ്സ് വരുന്ന ബാക്കിൽ. അത് ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് ഇതില്ല. അപ്പൊ അതുകൊണ്ട് അത് സാധനം കിട്ടിയിട്ട് വേണം നമുക്ക് ആ ഒരു മൊറേലിന്റെ കോമൺ സ്പീക്കേഴ്സിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഇപ്പൊ കിട്ടിയിട്ടില്ല. അതിന് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറ് കാര്യങ്ങളൊക്കെ നമ്മളിത് കപ്ലർ ഇട്ടിട്ട് വലിച്ചിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഇനി ഭാവിയിലായിട്ട് ഊരുമ്പോൾ ഈ ഒരു ക്ലിപ്പ് പിടിച്ചിട്ട് ഊരിയാൽ മതി. ബ്രാക്കറ്റ് ഇല്ലാത്തൊരു പോരായ്മ മാത്രമേ ഉള്ളൂ ഇതിനുള്ളത്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെ മൊറേലിന്റെ കോവാക്സ് ആണ് ഫ്രണ്ടിൽ, കോമൺ സ്പീക്കേഴ്സ് ആണ് ബാക്കിൽ വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 5D മാറ്റ് ഉണ്ട്. ഇതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് വാക്കം ചെയ്തിട്ട് വേണം ആ ഒരു 5D മാറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫോഗ് ലാമ്പിന്റെ ഭംഗി ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, DRL-ആയിട്ട് വരുന്ന ഒരു ഫോഗ് ലാമ്പാണ്. അപ്പം ഇൻഡിക്കേറ്ററും വരും. ഇതേപോലെ ഇൻഡിക്കേറ്ററും കൂടി കത്തും. അതാണ് ഈ ഒരു ഫോഗ് ലാമ്പിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ കറക്റ്റ് ഫിറ്റ്മെന്റ് ആണ്, നമുക്ക് വേറെ ഓൾട്ടറേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഫോഗ് ലാമ്പിൽ കാണാൻ നല്ല രസമാണ് രണ്ട് സൈഡ് വരുമ്പോൾ കേട്ടോ. ഫ്രോൺസിന്റെ വർക്ക് കൂടിയാണ് ഉള്ളത്. ബാക്കി ആ ഒരു 2 വണ്ടികളും എലൈൻമെന്റ് കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താറ് സെറ്റായി. ഇനിയിപ്പോ ഒരു ഐറൈഡർ എലൈൻമെന്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ ഫ്രോൺസിന് നമുക്ക് 360 മാത്രമല്ല കേട്ടോ, നമ്മൾ ആ ഒരു ക്യൂബോ ബാൻഡ് വരുന്ന DVR കൂടി ഉണ്ട്. അതിന്റെ വയർ നമ്മളിത് ഇവിടെ വലിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനിപ്പോ ഈ ഒരു വിൻഷീൽഡിനെ സാമ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അതിൽ. അപ്പോ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫ്രണ്ടും ബാക്ക് റെക്കോർഡിംഗ് വരുന്നുണ്ട്.
ഉണ്ട്. ഒപ്പം തന്നെ ഇതിൽ GPS കൂടി വരുന്ന ഒരു ട്രാക്കിംഗ് സിസ്റ്റം അടക്കം വരുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മളെ ക്യൂബോ പാനലിൽ. അതിൽ 2K റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റീരിയോ ഫിറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യണമെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം. നമ്മളെ ബാക്ക് ക്യാമറ കൂടി ആ ഒരു ക്യൂബോന്റെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മളെ ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ള അതിന്റെ ഒന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണേ 360യുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ പറയാനുള്ള ഒരു വീഡിയോ കരുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ എന്തായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തായിട്ടും ഫ്രോൺസിന്റേതായിട്ടുള്ള വീഡിയോ, താറിന്റെ ഫുൾ വർക്ക് ഡീറ്റെയിൽ എല്ലാം നമ്മളിപ്പോ ഫോഗ്ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡീറ്റെയിലിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായിട്ട് വരും. അതേപോലെ ഹൈ റൈഡറിന്റെയും ബെലാന്റെയും വരും കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ ഷോപ്പിൽ വർക്കൊന്ന് ജസ്റ്റ് കാണിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.